Hello everyone and welcome. In this video we are going to discuss a very beautiful short story. The title of the story is The Gift of the Magi. ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് അമേരിക്കൻ റൈറ്ററായിട്ടുള്ള ഒ ഹെൻറിയാണ്. ആൻഡ് ഹിസ് റിയൽ നെയിം വാസ് വില്യം സിഡ്നി പോട്ടർ. വില്യം സിഡ്നി പോട്ടർ എന്ന് പറയുന്ന ആൾ പിന്നീട് ഒ ഹെൻറി എന്ന് പറയുന്ന ഒരു നെയിം സ്വീകരിക്കുകയാണ്, പെൻ നെയിമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം 1862 ജനിച്ച് 1910 മരിച്ച ഒരു റൈറ്ററാണ്. ഇദ്ദേഹം ഈ ഒരു പേര് ഒ ഹെൻറി എന്ന് പറയുന്ന പേര് സ്വീകരിക്കുന്നത് അദ്ദേഹം പ്രിസണിലായിരിക്കുന്ന സമയത്ത്, അദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പണം സ്റ്റീൽ ചെയ്തു, മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരോപിച്ചിട്ട് ഇദ്ദേഹത്തെ 5 വർഷം ഇദ്ദേഹത്തെ ജയിലിലടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഹി വാസ് അറസ്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു 5 years in prison. So he was writing so many stories from the prison, and it was from there that he chose the name O Henry. ജയിലിൽ പോയി തിരിച്ചു വരുമ്പം ആൾ നല്ലൊരു എഴുത്തുകാരനായിട്ടാണ് വരുന്നത്. ആൻഡ് ഈ നമ്മുടെ സ്റ്റോറി ദ ഗിഫ്റ്റ് ഓഫ് ദി മജ എന്ന് പറയുന്ന സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി, ഒരു ക്രിസ്മസ് സെറ്റിങ്ങിൽ എഴുതിയ ഒരു സ്റ്റോറിയാണ്. ഒരു കപ്പിൾ, ഒരു യങ് ലേഡിയും അവളുടെ ഹസ്ബൻഡും, ഇവർ രണ്ടുപേരും ക്രിസ്മസിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവർക്ക് ഗിഫ്റ്റ് വാങ്ങാനുള്ള ഇനഫ് മണി അവരുടെ അടുത്ത് ഇല്ല. ബട്ട് സ്റ്റിൽ സംഹൗ അവരത് വാങ്ങി അവരുടെ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഗിഫ്റ്റ് ഓഫ് ദി മജായ്. സോ ലെറ്റ്സ് ഡയറക്ട്ലി ഗോ ടു ദി സ്റ്റോറി. ഓക്കെ, അപ്പം സ്റ്റോറി തുടങ്ങുന്നത് ഈ ഒരു കപ്പിളിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഡെല്ല എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റോറിയിൽ വരുന്ന യങ് ലേഡി. ഡെല്ല ആൻഡ് ഹെർ ഹസ്ബൻഡ് ഈസ് ജിം. അവരൊരു ചെറിയ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. വെരി നാരോ അപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനാൻഷ്യലി ദേ ആർ സ്ട്രഗ്ലിങ് എ ലോട്ട്. അവരുടെ റെൻറ്റ് കൊടുക്കാൻ പോലും ഉള്ളൊരു പൈസ വളരെ റിസ്ക് എടുത്തിട്ടാണ് അവർ ഏൺ ചെയ്യുന്നത്. ആകെ ഒരു വീക്കിൽ ദേ ആർ ഓൺലി ഏണിങ് $20. അതിനകത്തൊരു $8 തന്നെ അവർക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് അടക്കാൻ വേണം. സോ ദേ ആർ റിയലി സ്ട്രഗ്ലിങ്. ആൻഡ് നമ്മൾ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ഡെല്ലയാണ് കാണുന്നത്. അവൾ ഹസ്ബൻഡായിട്ടുള്ള ജിമ്മിന് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമെന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം ക്രിസ്മസിൻ്റെ തലേന്നാണ് ഇത് സംഭവിക്കുന്നത്. അവളുടെ കയ്യിൽ അവൾ പൈസ എല്ലാം കൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ആകെ അവളുടെ കയ്യിലുള്ളത് $1.87 ആണ്. സോ $1.87 ആണ് അവളുടെ കയ്യിൽ ആകെ ഉള്ളത്. അപ്പോൾ ഇതൊന്നും തികയില്ല. സോ ഷി വാസ് വെരി സാഡ് ആൻഡ് ഷി വാസ് ക്രൈയിങ്. ആൻഡ് എനിവേ അവൾ എന്ത് റിസ്ക് എടുത്തിട്ടും ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. സോ എങ്ങനെ പണം കണ്ടെത്തുമെന്ന് ചിന്തിച്ചു. അങ്ങനെ അവൾക്ക് അവളുടെ കയ്യിൽ ഉള്ള ഇനിയുള്ള ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഹെയറാണ്. സോ ഈ ഹെയർ എന്ന് പറയുന്നത് ഷി ഹാസ് ഗോട്ട് എ വെരി ബ്യൂട്ടിഫുൾ ലെങ്തി ഹെയർ. അവളുടെ ഹസ്ബൻഡ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവളുടെ ഹെയറാണ്. ഹെർ ഹസ്ബൻഡ് റിയലി ലൈക്സ് ഹെർ ഹെയർ ആൻഡ് ഇറ്റ്സ് വെരി ലെങ്തി ആൻഡ് എവ്രിബഡി ഈസ് ജെലസ് ഓഫ് ഹെർ ഹെയർ. എല്ലാ ആളുകൾക്കും അവളുടെ ഈ ഒരു മുടി കാണുമ്പോൾ അസൂയാണ്. ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഏതൊരു രാജ്ഞി പോലും ഒരു ക്വീൻ പോലും അവളുടെ ഈ ഒരു ഹെയർ കണ്ടു കഴിഞ്ഞാൽ ദേ വിൽ ഫീൽ ജെലസ് ആൻഡ് they will feel jealousy towards this Della. And anyway അവൾ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് she decides to sell her hair. ആ ഒരു മുടി വിൽറ്റിട്ട് അത് കിട്ടുന്ന പൈസ കൊണ്ട് ഇത് വാങ്ങാമെന്ന് അവൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഷീ ഗോസ് ഔട്ട്. ആൻഡ് ഈ ഒരു സ്റ്റോറിക്കകത്ത് നമ്മൾ മീൻ സഫ്രോണി എന്ന് പറയുന്ന ഒരു വുമൺ ഉണ്ട്. അവളുടെ അടുത്തേക്കാണ് ഇവൾ മുടി വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഒരു മാഡാം സഫ്രോണി എന്നാണ് നമ്മൾ ടെക്സ്റ്റിനകത്ത് മീ സഫ്രോണി എന്നായിരിക്കും, അങ്ങനെ അത് വിളിക്കും, ഒരു ME മീ സഫ്രോണി.
ആൻഡ് ദെൻ ഷീ ടേക്സ് ഹെയർ ഇൻ റിട്ടേൺ ഓഫ് മണി. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഈ അവളുടെ മുടി അഴിച്ചിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഈ സഫ്രോണി. അപ്പോൾ ആ സമയത്ത് ആ മുടി കണ്ടിട്ട് അവർ പറയുന്നു $20 തരാം എന്ന് അവർ പറയുന്നുണ്ട്. സോ ഷീ എഗ്രീസ് ആൻഡ് ആ $20 വാങ്ങിയിട്ട് അവൾ ഷീ ഗോസ് ടു ദി ഷോപ്സ് ആൻഡ് ഗോസ് ടു ദ മാർക്കറ്റ് ആൻഡ് അവിടെ പല ഷോപ്പുകളിലും കയറി ഇറങ്ങുന്നു. അങ്ങനെ അവസാനം അവൾ കാണുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ചിൻ്റെ ഒരു ഗോൾഡൻ ചെയിനാണ്. വാച്ചിൽ നമുക്ക് അണിയാൻ പറ്റുന്ന വാച്ചിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചെയിനാണ് അവൾ വാങ്ങാൻ തീരുമാനിക്കുന്നത്. കാരണം ജിമ്മിൻ്റെ അടുത്തൊരു വാച്ച് ഉണ്ട്. സോ അദ്ദേഹം ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു സാധനമാണ് അദ്ദേഹത്തിൻ്റെ വാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് പൊസഷൻ ദാറ്റ് ജിം ഹാസ് ഹാഡ്. അത് ഒരുപാട് കാലങ്ങളായിട്ട് ഭയങ്കര ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു വാച്ചാണ് ഈ വാച്ച്. ഇതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റേതായിരുന്നു. ദിസ് വാച്ച് വാസ് previously possessed by his father and even before that it was possessed by his father's father. ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഉള്ള ഭയങ്കര അവരേറ്റവും വാല്യബിൾ എന്ന് കരുതുന്ന ഒരു വാച്ചാണ്. അദ്ദേഹം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വാച്ചാണ്. ഏത് രാജാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അദ്ദേഹം വളരെ പ്രൗഢിയോട് കൂടിയിട്ട് ഈ വാച്ചിൽ സമയം നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കിങ് സോളമനൊക്കെ പറയുന്നു. കിങ് സോളമൻ്റെ അടുത്ത് പോയിട്ട് പോലും അവരുടെ മുന്നിൽ വെച്ച് പോലും അവർ ഈ വാച്ചിൽ സമയം നോക്കിയാൽ അവർക്ക് പോലും അസൂയ തോന്നും. ഈ ഒരു വാച്ച് കിട്ടാൻ അവർ പോലും ആഗ്രഹിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ച്. പക്ഷേ അതിൻ്റെ ചെയിൻ അത്ര പോരാ. ആ ഒരു ചെയിന്, ഈ ഒരു ഗോൾഡൻ ചെയിൻ വാങ്ങിച്ചു കൊടുത്താൽ ഒബ്വിയസ്ലി ജിമ്മ് ഭയങ്കരമായിട്ട് ഹാപ്പി ആകുമെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ അവൾ തീരുമാനിക്കുന്നു. ആൻഡ് അവൾ $21 കൊടുത്തിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നത്. ആൻഡ് അങ്ങനെ അവൾ വീട്ടിലെത്തി. ഈ ഒരു മുടി കട്ട് ചെയ്തത് കാരണം കൊണ്ട് ഒരിക്കലും ജിം എന്നെ വെറുക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ തിരിച്ചു വരുന്നത്. എനിവേ കട്ട് ചെയ്ത മുടി അവൾക്കെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ജിംസ് അറൈവൽ. അങ്ങനെ ഒരു വൈകുന്നേരം 7 മണിയാകുന്ന സമയത്ത് ജിമ്മ് വരുന്നു. ആൻഡ് ജിമ്മ് ഭയങ്കര ദേഷ്യപ്പെടും എന്നൊക്കെ വിചാരിച്ചു ഇവൾ വരുന്ന ഈ മുടിയെല്ലാം വെട്ടി കാണുന്ന സമയത്ത്. പക്ഷേ അദ്ദേഹം വന്നു. അദ്ദേഹം പെട്ടെന്ന് എന്തോ ഇവളുടെ മുടി കണ്ടിട്ട് തന്നെ അദ്ദേഹം ഒരു നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പ്രഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസിൽ. ദേഷ്യമൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ പറ്റില്ല, ബട്ട് സംതിങ് വിച്ച് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അത്തരത്തിലുള്ളൊരു എക്സ്പ്രഷനായിരുന്നു. അദ്ദേഹത്തിന് സങ്കടമുണ്ട്, എന്തോ അദ്ദേഹത്തിന് പലതും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നെങ്ങനെ നോക്കുന്നത്? ഇവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ജിം. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇങ്ങനെ നോക്കല്ലേ എന്നൊക്കെ ഡെല്ല പറയുന്നു. ആൻഡ് ഞാൻ ഈ മുടി മുറിച്ചതുകൊണ്ടാണോ? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മുടി വിറ്റിട്ട് വേറെ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ ഹാഡ് നോ ചോയ്സ്, ദാറ്റ്സ് വൈ ഐ സോൾഡ് മൈ ഹെയർ. സോ ഡോണ്ട് ബി അപ്സെറ്റ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് എനിക്ക് ഇനിയും മുടി വളരും. ഇറ്റ് ഗ്രോസ് സോ ഫാസ്റ്റ്, മൈ ഹെയർ ഗ്രോസ് സോ ഫാസ്റ്റ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. വേണമെങ്കിൽ എൻ്റെ തലയിലുള്ള മുടി ജിം നിനക്ക് വേണമെങ്കിൽ എണ്ണാൻ പറ്റും, പക്ഷേ എനിക്ക് നിന്നോടുള്ള ആ ഒരു ഇഷ്ടം, പ്രണയം ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഐ ലവ് യു സോ മച്ച് ആൻഡ് ദാറ്റ്സ് വൈ ഐ സോൾഡ് ദിസ് ഹെയർ എന്നൊക്കെ. അപ്പം ജിമ്മ് പറയുന്നുണ്ട്, നിൻ്റെ മുടി മുറിച്ചു, നിൻ്റെ മുടി പോയി എന്നുള്ളത് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും ഒരു അംശം പോലും കുറയ്ക്കുന്നില്ല. ഐ സ്റ്റിൽ ലവ് യു എ ലോട്ട്. ആൻഡ് എന്നിട്ടിതും പറഞ്ഞിട്ട് ജിമ്മ്, നോക്കൂ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ജിമ്മ് ഒരു ഗിഫ്റ്റ് ഇവൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് അവൾക്ക് ജിം കൊടുക്കുന്നു. സോ ദാറ്റ് വാസ് ആക്ച്വലി എ കോം ആൻഡ് ഒരു ചീർപ്പായിരുന്നു, ഒരു കോംബായിരുന്നു അവന് ഇവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. സോ നൗ യു മസ്റ്റ് ഹവ് അണ്ടർസ്റ്റുഡ് വൈ ജിം വാസ് ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. അല്ലെ, ജിമ്മിൻ്റെ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാരണം നമുക്ക് മനസ്സിലായി. ഈ ഒരു കോംബ് അവൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കോംബാണ്. അവൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഷി ഹാഡ് സീൻ ദിസ് കോം ആൻഡ് ഷി ഹാഡ് റിയലി വിഷ്ഡ്
to get that comb, but she didn't have enough money. She couldn't afford that. അതുകൊണ്ടാണ് അവളത് വാങ്ങാതിരുന്നത്. അവൾ അത്ര ഇഷ്ടപ്പെട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ്പാണത്, ആൻഡ് ഡെക്കറേഷനൊക്കെ ഉള്ള ഒരു കോമ്പാണ്. അപ്പോൾ അത് കിട്ടി ഭയങ്കര ഷീ ഈസ് വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോം വെച്ചിട്ട് ഇനി അവൾ മുടി വാരാൻ മുടിയില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം ഷീ ഫേസ്ഡ്. പിന്നെ ഇത് എവിടെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജിം ആകെ സാഡായത്. പക്ഷെ ആൾ പറയുന്നത് നോ, ഷീ വാസ് സ്റ്റിൽ വെരി ഹാപ്പി ആൻഡ് വെരി എക്സൈറ്റഡ്. ഈ കോം ഇത് കുഴപ്പമില്ല, ഇത് കുറച്ച് കാലം നമുക്ക് അവിടെ എടുത്തു വെക്കാം, മുടി വളരും, ആ സമയത്ത് ഇത് യൂസ് ചെയ്യാം. സോ ജിമ്മിനോട് ഒരുപാട് താങ്ക്സ് ഒക്കെ അവൾ പറയുന്നുണ്ട്. ഷീ വാസ് സ്റ്റിൽ ഹാപ്പി. അവൾക്ക് മുടിയില്ലെങ്കിൽ പോലും ഷീ വാസ് റിയലി ഹാപ്പി. ആൻഡ് എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ജിം നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഗിഫ്റ്റ് കണ്ടിട്ടില്ലല്ലോ, ഞാനിതെല്ലാം മുടിയെല്ലാം വിട്ടിട്ട് എന്താ വാങ്ങിയത് നീ കണ്ടിട്ടുണ്ടോ? അത് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ബി എക്സൈറ്റഡ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ പിന്നെ അവൾ വാങ്ങിയ ഗിഫ്റ്റ് ചെയിൻ ജിമ്മിന് നേരെ നീട്ടുന്നു. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. യു മൈറ്റ് ഗസ് ദാറ്റ് ഈ ജിമ്മ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കോം വാങ്ങിയത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിപ്പുള്ള ഒരു സാധനമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന കണ്ടിരുന്ന ആ ഒരു വാച്ച് വിറ്റിട്ടായിരുന്നു ആക്ച്വലി ഈ ഒരു കോം വാങ്ങിയത്. ഈ ചെയിനിനെ ഇവിടെ കിട്ടും. അദ്ദേഹം ആകെ തലയിൽ കൈവച്ചിട്ട് അവിടെയുള്ളൊരു അവിടെ ഇരുന്നു. ആൻഡ് എന്നിട്ട് എന്ത് പറയാൻ, ഈ ഒരു രണ്ടുപേരും പരസ്പരം ഗിഫ്റ്റ് വാങ്ങുന്നു. പക്ഷേ രണ്ട് ഗിഫ്റ്റും ഉപയോഗശൂന്യമായി. ഇവരേറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി വാങ്ങിയതാണ്, പക്ഷേ രണ്ട് ഉപയോഗശൂന്യമാകുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ എന്ന് പറയുന്ന ഒരു സാധനം വിറ്റിട്ടാണ് അവർ രണ്ടുപേരും ഈ ഒരു ഗിഫ്റ്റ് അവർ വാങ്ങുന്നത്. പക്ഷേ അവർ സമാധാനിക്കുന്നുണ്ട്. അവർ മേ ബി ഈ ഒരു ഗിഫ്റ്റിനകത്തൊന്നും കാര്യമില്ല, നമ്മൾ പരസ്പരം വാങ്ങിയ ഗിഫ്റ്റ് ഇറ്റ്സ് ടു പ്രീഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴത്തന്നെ അത് വാങ്ങി ഉടനെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തത്. സോ വി വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം ടു യൂസ് ഇറ്റ്. അപ്പോൾ ഇതാണ് സ്റ്റോറി ആക്ച്വലി. അപ്പോൾ ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സാക്രിഫൈസ് നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ പറ്റും. പിന്നെ യഥാർത്ഥത്തിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ആ ഒരു ഒബ്ജക്റ്റിനകത്തല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ അതിലൂടെ ഷെയർ ചെയ്യുന്ന ആ ഒരു സ്നേഹം. ദാറ്റ്സ് വാട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഗിഫ്റ്റ്. ആൻഡ് ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ അത് ഗിഫ്റ്റ് ഓഫ് മജ്ജായ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഓദർ അവസാനം പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ബിലീഫ്സ് അവരേറ്റവും എന്താ പറയുക, ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റ് ജനിച്ച സമയത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്തേക്ക് ബൈബിൾ ഒക്കെ പറയുന്നതനുസരിച്ച് ഒരു 3 wise men എന്ന് പറഞ്ഞിട്ട് 3 ആളുകൾ വരുന്നുണ്ട്. ദേ ആർ കമ്മിങ് ഫ്രം ഈസ്റ്റ്. അവരെ ആയിരുന്നു മജ്ജായ് എന്ന് വിളിച്ചിരുന്നത്. MAGY, പ്രൊനൗൺസിയേഷൻ ഇസ് മജ്ജായ്. സോ അവർ ജീസസ് ക്രൈസ്റ്റിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിരുന്ന ഗിഫ്റ്റ് ഉണ്ട്. ആക്ച്വലി അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. പിന്നെ അതുപോലെ ഒരു ഫ്രാങ്കിൻസെൻസ് എന്ന് പറയുന്ന ഒരു ഇൻസെൻസ്, ഒരു നല്ല അരോമാറ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓയിലും ആയിരുന്നു. സോ മിർ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓയിലും ആയിരുന്നു ആ സമയത്ത് ജീസസിന്. അതൊക്കെ റിലീജിയസ് ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. ആൻഡ് അപ്പോൾ ഇത് ആണ് അവർ ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ച് ദ മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് എവർ സംബഡി ഹാഡ് ഗിവൺ ടു അനദർ പേഴ്സൺ. സോ നമ്മുടെ ഓദർ പറയുന്നത് ഇവർ ഇപ്പോൾ കൈമാറിയ ഈ ഗിഫ്റ്റ് ആക്ച്വലി അതിൻ്റെ വില എന്ന് പറയുന്നത് ഈ മജ്ജായ് എന്ന് പറയുന്ന ഈ 3 wise men അവർ ജീസസ് ജനിച്ച സമയത്ത് കൊടുത്ത ഗിഫ്റ്റിനേക്കാളും എല്ലാം വാല്യബിളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി ഓദർ അവസാനിപ്പിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ട്രൂ ലവ് ആക്ച്വലി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ളതാണ്. സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതിൻ്റെ മറ്റൊന്നും അതിൻ്റെ മേലെ വരില്ല എന്നുള്ള.
നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ഇപ്പോൾ കുറേ പൈസ ഉണ്ടെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ആ പൈസ എല്ലാം കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്ക് വാങ്ങിച്ചു കൊടുത്തു, ബട്ട് അത് യഥാർത്ഥ ഒരു സ്നേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടൊന്നും അത്തരം ഗിഫ്റ്റുകളെ കാണാൻ പറ്റില്ല. ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് ലവ് ഇറ്റ് സെൽഫ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. സോ ദാറ്റ്സ് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് സ്റ്റോറി. സോ ഇറ്റ്സ് എ വെരി ടച്ചിങ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഐ തിങ്ക്. ആൻഡ് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്റർ എന്നുള്ള, അത് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു. ബൈ.